ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നഴ്സിംഗ് ഓണർ ഐഡിയാസ് ആൻഡ് ടിപ്സ്. ഞാനിന്ന് വന്നിരിക്കുന്നത് മെൻ്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ എന്ന ഒരു ടോപ്പിക്കുമായിട്ടാണ്. നഴ്സിംഗ് സ്റ്റുഡൻസിന് വളരെ ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ ആണിത്. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലോട്ട് പോകാം. എന്താണ് മെൻ്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ? ഷോർട്ട്ലി വി കോൾഡ് ആസ് MSc. MSc is an assessment of general motor behavior, thought, emotional functioning along with evaluation of judgment and insight. MSc എന്ന് പറയുന്നത് ഒരു അസസ്മെൻറ്റ് ടൂളാണ്. ഇവിടെ എന്തൊക്കെ അസസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ജനറൽ മോട്ടോർ ബിഹേവിയർ, തോട്ട്, ഇമോഷണൽ ഫങ്ഷനിങ്, കൂടെ പേഷ്യൻറ്റിൻ്റെ ജഡ്ജ്മെൻറ്റും ഇൻസൈറ്റും നമ്മളിവിടെ അസസ് ചെയ്യാറുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ സ്വഭാവവും ചിന്തയും അവരുടെ ഉൾക്കാഴ്ചയും ഒക്കെ നമുക്ക് അസസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ഇവാലുവേഷൻ ടൂളാണ് MSc. അടുത്തായി നമുക്ക് നോക്കേണ്ടത് MScയുടെ കമ്പോണൻസ് ആണ്. കമ്പോണൻസ് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചേർന്നാണ് MSc ഉണ്ടായിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ MSc അസസ് ചെയ്യാൻ നമുക്ക് എന്തൊക്കെ ഘടകങ്ങളാണ് വേണ്ടത് എന്ന് നോക്കാം. ജനറൽ അപ്പിയറൻസ് ആൻഡ് ബിഹേവിയർ, സൈക്കോമോട്ടോർ ആക്ടിവിറ്റി, സ്പീച്ച്, തോട്ട്, mood, perfection, cognitive functions, judgment and insight. These are all the components of MSc. അടുത്തതായി നമുക്ക് 1 by 1 ഓരോ ഹെഡിങ് വീതം നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ജനറൽ അപ്പിയറൻസ്. ആസ് എ പാർട്ട് ഓഫ് ജനറൽ അപ്പിയറൻസ്, ഒബ്സർവ് ദ അപ്പിയറൻസ്, ബോഡി ബിൽഡ്, ഹൈജീൻ, ഗ്രൂമിംഗ്, പോസ്ചർ ആൻഡ് ഗെയ്റ്റ്. ഒരു വ്യക്തിയുടെ ജനറൽ അപ്പിയറൻസ് നമുക്ക് നോക്കുമ്പോൾ പ്രസൻറ്റ് ആയിട്ട് അവരുടെ മൈൻഡിൽ എന്താണെന്ന് നമുക്ക് അറിയാനാകും. അല്ലെങ്കിൽ അവരുടെ ചില ഡിസോർഡേഴ്സിന് ചില ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാവും. അതിലേതെങ്കിലും ഈ ജനറൽ അപ്പിയറൻസിലൂടെ റിവീലാകും. ഫോർ എക്സാമ്പിൾ സ്കീസോഫ്രീനിയ, മാനിയ അങ്ങനെയുള്ള പേഷ്യൻസ് കളർഫുള്ളായിട്ടുള്ള ഡ്രസ്സ് ധരിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഡിപ്രഷൻ പോലുള്ള ഡിസോർഡേഴ്സ് ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ അവരുടെ ഡ്രസ്സിങ് പുവറായിരിക്കും, ഡിം കളേഴ്സ് ആയിരിക്കും അവർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളിലൂടെ നമുക്ക് പേഷ്യൻ്റെ കണ്ടീഷൻ എന്താണെന്ന് അറിയാൻ സാധിക്കും. മാത്രമല്ല പേഷ്യൻ്റെ ഹൈജീനിക് ഹാബിറ്റ് എങ്ങനെയാണെന്ന് അറിയാനാകും. പുവറാണോ ഗുഡാണോ എന്ന് നോക്കാം. അത് പിന്നെ ജനറൽ അപ്പിയറൻസിലൂടെ പേഷ്യൻ്റെ ഗ്രൂമിങ് നമുക്ക് നോക്കാം. പോസ്ചർ, ഗെയ്റ്റ്, ഇതിലൂടെയൊക്കെ അവരുടെ സ്വഭാവത്തിൻ്റെ ഏകദേശം ക്യാരക്ടറിസ്റ്റിക്സും ഇവരുടെ ഈ ജനറൽ അപ്പിയറൻസിൽ തന്നെ ഉണ്ടാവും. അതൊക്കെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് നമുക്ക് സെക്കൻഡ് കമ്പോണൻറ്റ് എന്താണെന്ന് നോക്കാം. ദാറ്റ് ഈസ് സൈക്കോമോട്ടോർ ആക്ടിവിറ്റി. വെദർ ഇറ്റ് ഈസ് ഇൻക്രീസ് ഓർ ഡിക്രീസ് ഓർ നോർമൽ. Assess for other psychomotor abnormalities like tics, restlessness and negativism. അപ്പോൾ നമ്മൾ എന്താ സൈക്കോമോട്ടർ ആക്ടിവിറ്റീസിൽ നോക്കുന്നത്? അവരുടെ ആക്ടിവിറ്റി ലെവൽ കൂടുതലാണോ കുറവാണോ നോർമലാണോ? മാത്രമല്ല പേഷ്യൻറ്റിന് ആക്ടിവിറ്റീസ് ലെവലിനോടൊപ്പം നമുക്ക് അസസ് ചെയ്യാൻ പറ്റും അവരുടെ ഹാബിറ്റ്സ്. ടിക്സ് എന്ന് പറഞ്ഞാൽ അനാവശ്യമായിട്ടുള്ള ബോഡി മൂവ്മെൻറ്റ്സിനാണ് നമ്മൾ ടിക്സ് എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ കൂടെ പേഷ്യൻറ്റിന് റെസ്റ്റ്ലെസ്നെസ് ഉണ്ടോ, നെഗറ്റീവിസം ഉണ്ടോ എന്നൊക്കെ നമുക്ക് അവരുടെ സൈക്കോമോട്ടർ ആക്ടിവിറ്റീസ് കാണുമ്പോൾ തന്നെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. അടുത്തായി നമുക്ക് നോക്കേണ്ടത് തേർഡ് കമ്പോണൻ്റായ സ്പീച്ചാണ്. സ്പീച്ച് നോക്കാം. എ ന്യൂട്രൽ ടോപ്പിക് ക്യാൻ ബി ഗിവൻ ടു ദ ക്ലയൻറ്റ് സോ ആസ് ടു എലിസിറ്റ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സ്പീച്ച്. സ്പീച്ച് അസസ്മെൻറ്റ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു ന്യൂട്രൽ ടോപ്പിക്ക് പേഷ്യൻറ്റിന് കൊടുക്കും. എന്നിട്ട് പേഷ്യൻറ്റിനോട് പറയും നിങ്ങൾക്ക് എന്താണോ അതിനെക്കുറിച്ച് പറയാനുള്ളത് അത് പറയും. അപ്പോൾ പേഷ്യൻറ്റ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പേഷ്യൻറ്റിൻ്റെ മാനർ ഓഫ് സ്പീക്കിംഗ് നോക്കാം. സ്പോണ്ടേനിയസ്ലി ആണോ സംസാരിക്കുന്നതെന്ന് നോക്കാം. ടെമ്പോ, ടോൺ, വോളിയം, അല്ല റിലവൻ്റ് ആയിട്ടുള്ള കാര്യമാണോ സംസാരിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അങ്ങനെ ടോക്ക് അല്ലെങ്കിൽ സ്പീച്ചുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമുക്ക് അസസ് ചെയ്യാനാകും. സോ fourth component, that is thought. Thought has to be assessed in the areas of form and stream, content and possession. Thought assessment നമുക്ക് രണ്ട് സെക്ഷനായി നോക്കാം. ഫസ്റ്റ് ഫോം ആൻഡ് സ്ട്രീം ആൻഡ് സെക്കൻഡ് കണ്ടന്റ് ആൻഡ് പൊസിഷൻ. ഇതിൽ ഫോം ആൻഡ് സ്ട്രീമിനകത്ത് പേഷ്യൻറ്റിന് തോട്ട് നോർമലാണോ അബ്നോർമലാണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസോർഡേഴ്സ് ഉണ്ടോ എന്നാണ് നോക്കുന്നത്. ഫോം ആൻഡ് സ്ട്രീമിനകത്ത് അഫക്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനകത്ത് വരാൻ ചാൻസ് ഉള്ള ഡിസോർഡേഴ്സ് സർക്കംസ്റ്റാൻഷ്യാലിറ്റി, ടാൻജൻഷ്യാലിറ്റി, ഫ്ലൈറ്റ് ഓഫ് ഐഡിയാസ് എക്സെട്രാസ് ആണ്. നെക്സ്റ്റ് നമുക്ക് കണ്ടന്റ് ആൻഡ് പൊസഷനാണ് അസസ് ചെയ്യേണ്ടത്. അതിനായിട്ട് ക്ലയൻറ്റിന് എന്തെങ്കിലും ഒരു തോട്ട് സിമ്പിളായിട്ടുള്ളൊരു കാര്യം പറയുമ്പോൾ
അവരുടെ മറുപടി ഏത് രീതിയിലാണ് എന്ന് നോക്കിയാൽ നമുക്ക് പേഷ്യൻ്റെ കണ്ടൻറ്റ് ഐഡൻറ്റിഫൈ ചെയ്യാനാകും. ഫോർ എക്സാമ്പിൾ, പേഷ്യൻറ്റിനോട് നമ്മൾ ചോദിക്കുക, നിങ്ങളിപ്പോൾ ആരാ, നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നതെന്ന് ചോദിച്ചാൽ പേഷ്യൻറ്റ് ഒത്തിരി ഞാൻ വലിയ ഒരാളാണ് എന്നുള്ള രീതിക്കൊക്കെ സംസാരിക്കുകയാണെങ്കിൽ പേഷ്യൻറ്റ് ഡെലൂഷൻ പ്രസൻ്റ് ആണ്. നമുക്ക് അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാനാകും. അടുത്തതായി നമുക്കൊരു ഡിപ്രഷൻ പേഷ്യൻ്റ് തോട്ട് എങ്ങനെയായിരിക്കും? വർക്ക്ലെസ്നെസ്, ഹെൽപ്ലെസ്നെസ്, ഹോപ്പ്ലെസ്നെസ്. അവർ ഒന്നിലൊരു പ്രതീക്ഷയില്ലാത്ത ക്ലയൻ്റ് ആയിരിക്കും. ചിലപ്പോൾ സൂയിസൈഡൽ ഐഡിയാസൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്കിതൊക്കെ കണ്ടൻറ്റ് നോക്കിയാൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനാകും. നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് മൂഡ് ആൻഡ് എഫക്റ്റ് ആണ്. എന്താണെന്ന് നമുക്ക് നോക്കാം. മൂഡ് ഈസ് ലോങ് ടേം ഇമോഷണൽ ഫീലിംഗ് ആൻഡ് എഫക്റ്റ് ഈസ് കറൻറ്റ് ഇമോഷണൽ റെസ്പോൺസ്. മൂഡ് ഒരു ലോങ് ടേം ഇമോഷണൽ ഫീലിംഗ് ആണെന്ന് പറഞ്ഞു. ലോങ് ടേം മീൻസ് നമ്മുടെ ഫാമിലിയിൽ ഒരാൾ ഒരു 2 ആഴ്ച മുന്നേ മരണപ്പെട്ടു. ആ ഒരു വിഷമം നമുക്ക് വീണ്ടും ഇന്ന് വരെയും നിലനിർന്ന് പോവുകയാണെങ്കിൽ അതൊരു ലോങ് ടേം ഇമോഷണൽ ഫീലിംഗ് ആയിട്ട് കൂട്ടാം. അതാണ് നമ്മുടെ അന്നത്തെ മൂഡ്, അല്ലെങ്കിൽ അപ്പോഴത്തെ മൂഡെന്ന് പറഞ്ഞാൽ ആ ഫീലിങ്സ് ആണ്. അപ്പോൾ എന്തായിരിക്കും അഫക്റ്റ്? അഫക്റ്റ് ഈസ് എ കറൻറ്റ് ഇമോഷണൽ റെസ്പോൺസ്. കറൻറ്റ് ഇമോഷണൽ റെസ്പോൺസ്, ആ സമയത്തെ ഇമോഷണൽ റെസ്പോൺസിനെയാണ് നമ്മൾ അഫക്റ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ മോർണിംഗ് ഉറക്കം എഴുന്നേറ്റു, ആ സമയത്ത് നമ്മൾ പ്രതീക്ഷിച്ച ഒരു കാര്യം നമുക്ക് കിട്ടിയില്ല, അല്ലെങ്കിൽ പൈപ്പ് ടാപ്പ് തുറന്നു വെള്ളമില്ല, അപ്പോൾ ഉണ്ടാകുന്ന ഒരു ദേഷ്യം ഉണ്ടാവുമല്ലോ. അത് കുറച്ച് നേരത്തേക്ക് നമുക്കുണ്ടാവും. ആ ഒരു വിഷമം നമുക്ക് കുറച്ച് നേരത്തേക്ക് നീണ്ടു നിൽക്കും. ഒരു 2 hours അല്ലെങ്കിൽ 3 hours അല്ലെങ്കിൽ ഒരു ഉച്ച വരെയൊക്കെ നീണ്ടു നിൽക്കുകയാണെങ്കിൽ അതാ അഫക്റ്റ്. അപ്പോൾ നമ്മൾ സാധാരണ പറഞ്ഞിരിക്കുന്നത് എന്താ, രാവിലെ എൻ്റെ മൂഡ് ശരിയല്ല, അതല്ല മൂഡ്. മൂഡെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന മൂഡ് ആണ് അഫക്റ്റ്. അപ്പോൾ മൂഡും അഫക്റ്റും എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് കമ്പോണൻറ്റ് ഈസ് പെർസെപ്ഷൻ. Perception is used to assess the presence of illusion and hallucinations. ഇവിടെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് പെർസെപ്ഷൻ എന്നാണ്. ഒരു മനുഷ്യന് അല്ലെങ്കിൽ എബിലിറ്റി ടു പെർസീവ് ഒരു ക്ലയൻറ്റിനെ അവർക്ക് മനസ്സിലാക്കാനുള്ള കഴിവിനെയാണ് നമ്മൾ പെർസെപ്ഷൻ എന്ന് പറയുന്നത്. അതിനകത്ത് 2 കണ്ടീഷൻസ് പഠിക്കാനുണ്ട്, ഇല്യൂഷൻ ആൻഡ് ഹാലൂസിനേഷൻ. അപ്പോൾ നമുക്ക് ഇല്യൂഷൻ എന്താണെന്ന് നോക്കാം. ഇല്യൂഷൻ ഈസ് എ മിസ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് റിയൽ എക്സ്റ്റേണൽ സെൻസറി എക്സ്പീരിയൻസ്. ഫോർ എക്സാമ്പിൾ, നടന്നു പോകുന്ന വഴിയിൽ ഒരു റോപ്പ് കിടക്കുകയാണ്, അത് പാമ്പായിട്ട് ക്ലയൻറ്റിന് തോന്നുന്നു എങ്കിൽ അത് ഇല്യൂഷനാണ്. മിസ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഒരു സ്റ്റിമുലി അവിടെ ഉണ്ട്, അവിടെ കയറ് കിടക്കുന്നുണ്ട്, അപ്പോൾ അവർ തെറ്റിദ്ധരിക്കുകയാണ്. ദാറ്റ് ഈസ് ഇല്യൂഷൻ. അപ്പോൾ എന്തായിരിക്കും ഹാലൂസിനേഷൻ? ഇല്ലാത്തൊരു കാര്യം ഉള്ളതായിട്ട് തോന്നും, നടക്കാത്തൊരു കാര്യം നടന്നു, എന്നെ ഒരാൾ വിളിച്ചിട്ടില്ല, പക്ഷെ എന്നെ വിളിച്ചത് പോലെ എനിക്ക് കേട്ടു എന്നൊക്കെ പറയുന്നത് ഹാലൂസിനേഷനാണ്. അപ്പോൾ ഹാലൂസിനേഷൻ്റെ ഡെഫിനിഷനും കൂടെ ഞാൻ പറഞ്ഞു തരാം. എ ഫാൾസ് സെൻസറി പെർസെപ്ഷൻ ഇൻ ദ ആബ്സെൻസ് ഓഫ് ആക്ച്വൽ എക്സ്റ്റേണൽ സ്റ്റിമുലസ്. അപ്പോൾ പെർസെപ്ഷൻ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്തായി നമുക്ക് പഠിക്കേണ്ടത് കോഗ്നിറ്റീവ് ഫങ്ഷൻ. കോഗ്നിറ്റീവ് ഫങ്ഷനകത്ത് കുറച്ച് സബ് ഹെഡിങ്സ് ഉണ്ട്, നമുക്ക് ഓരോന്നായി നോക്കാം. ഓറിയൻറ്റേഷൻ, മെമ്മറി, അറ്റൻഷൻ, കോൺസെൻട്രേഷൻ, ഇൻ്റലിജൻസ് ആൻഡ് അബ്സ്ട്രാക്ട് തിങ്കിങ്. ഫസ്റ്റ് വൺ ഈസ് ഓറിയൻറ്റേഷൻ. ഓറിയൻറ്റേഷനകത്ത് ക്ലയൻറ്റ് ടൈം, പ്ലേസ്, പേഴ്സൺ ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ടോ? ഇപ്പോൾ എവിടെയാണ്, ഇപ്പോൾ എത്ര സമയമായി, ഞാൻ ആരാണ് എന്ന 3 ക്വസ്റ്റ്യനും ക്ലയൻറ്റ് ആൻസർ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ഓറിയൻറ്റേഷനകത്ത് നോക്കുന്നത്. ദെൻ സെക്കൻഡ് വൺ ഈസ് മെമ്മറി. മെമ്മറിക്കകത്ത് നമ്മൾ 3 ഏരിയസാണ് നോക്കുന്നത്. ഇമ്മീഡിയറ്റ് മെമ്മറി, റീസെൻറ്റ് മെമ്മറി ആൻഡ് റിമോട്ട് മെമ്മറി. ഇമ്മീഡിയറ്റ് മീൻസ് ജസ്റ്റ് 5 മിനിറ്റ്സിനകത്ത് നടന്ന കാര്യങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് മെമ്മറി ഉണ്ട്. റീസെൻറ്റ് മെമ്മറി ലാസ്റ്റ് 24 hours നടന്ന കാര്യങ്ങൾ ക്ലയൻറ്റിന് ഓർമ്മയുണ്ടെങ്കിൽ റീസെൻറ്റ് മെമ്മറി പ്രസൻ്റ് ആണെന്ന് പറയാം. റിമോട്ട് മെമ്മറി മീൻസ് ക്ലയൻറ്റിൻ്റെ കുട്ടിക്കാലത്തുള്ള ഓർമ്മകളൊക്കെ ക്ലയൻറ്റിന് റീകോൾ ചെയ്യാനാകുന്നുണ്ടെങ്കിൽ റിമോട്ട് മെമ്മറി ഉണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. നെക്സ്റ്റ് വൺ ഈസ് അറ്റൻഷൻ. അറ്റൻഷൻ അസസ് ചെയ്യുന്നത് ക്ലയൻറ്റിന് ഫോർവേഡ് ബാക്ക്വേഡ് ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യാൻ സാധിക്കുമോ എന്നാണ് നോക്കുന്നത്. ഫോർ എക്സാമ്പിൾ 1 2 3 ആൻഡ് 10 9 8 അങ്ങനെ ബാക്കിലോട്ടും മുന്നിലോട്ടും നമ്മൾ നമ്പേഴ്സോ ഡേയ്സോ പറയുമ്പോൾ ക്ലയൻറ്റിന് തിരിച്ച് പറയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ക്ലയൻറ്റിന് അറ്റൻഷൻ ഉണ്ട് എന്ന് നമുക്ക് പറയാം. നെക്സ്റ്റ് വൺ ഈസ് കോൺസെൻട്രേഷൻ. കോൺസെൻട്രേഷനും നമുക്ക് അറ്റൻഷൻ ചെയ്തതുപോലെ തന്നെ സിമ്പിൾ ലോജിക്കൽ മാത്തമാറ്റിക്സ് ഒക്കെ കൊടുത്ത് ക്ലയൻറ്റ് ആൻസർ ചെയ്യുവാണെങ്കിൽ നമുക്ക് കോൺസെൻട്രേഷൻ അസസ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് വൺ ഈസ് ഇൻ്റലിജൻസ്. ഇവിടെ ഇൻ്റലിജൻസ് അസസ് ചെയ്യാനായി നമുക്ക് ക്ലയൻറ്റിന് എത്രത്തോളം ജനറൽ ഇൻഫർമേഷൻ അറിയാം അല്ലെങ്കിൽ
സിമ്പിൾ അരിത്മാറ്റിക്സ് നമുക്ക് കൊടുത്താൽ അത് ഇവർ സോൾവ് ചെയ്യുന്നുണ്ടോ എന്ന് ഉള്ളത് വെച്ച് നമുക്ക് ഇൻ്റലിജൻസ് അസസ് ചെയ്യാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ, ആസ്ക് ക്വസ്റ്റ്യൻസ് ദാറ്റ് ആർ റിലവൻറ്റ് ടു പേഷ്യൻ്റ് ലിറ്ററസി. അവരുടെ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്, അവർ പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ജനറൽ ഇൻഫർമേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാം. ഫോർ എക്സാമ്പിൾ, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെങ്കിൽ നമുക്ക് അവരോട് ചോദിക്കാം, ഹു ഈസ് ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ഓർ ഹു ഈസ് ദ ചീഫ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ നമുക്ക് അവരുടെ ഇൻ്റലിജൻസ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആൻഡ് നമുക്ക് അരിത്മെറ്റിക് എബിലിറ്റിയാണ് അസസ് ചെയ്യേണ്ടതെങ്കിൽ നമുക്ക് സിമ്പിൾ ലോജിക്കൽ അരിത്മെറ്റിക് കാൽക്കുലേഷൻസ് ചെയ്യാനായിട്ട് അവർക്ക് കൊടുക്കാം. ഫോർ എക്സാമ്പിൾ, ആഡിങ്, സബ്സ്ട്രാക്ഷൻ, എക്സെട്ര. നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് എന്താണ് അബ്സ്ട്രാക്ട് തിങ്കിങ് എന്നാണ്. അബ്സ്ട്രാക്ട് തിങ്കിങ് എന്ന് വെച്ചാൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒരു ടോപ്പിക്കിനെ കൊടുത്താൽ അതിനെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അവർക്ക് ഇലാബറേറ്റ് ചെയ്ത് പറയാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മളിവിടെ അസസ് ചെയ്യുന്നത്. അതിനായി നമുക്ക് 2 സെക്ഷൻ നടത്താം. ഒന്ന് പ്രോവർബ് ടെസ്റ്റ്, 2 സിമിലാരിറ്റി ആൻഡ് ഡിസിമിലാരിറ്റി ടെസ്റ്റ്. പ്രോവർബ് ടെസ്റ്റിൽ നമ്മൾ മീനിങ് ഓഫ് പ്രോവർബ് പറയാനാണ് പറയുന്നത്. ഒരു പ്രോവർബ് കൊടുക്കും, അതിൻ്റെ മീനിങ് പറയാൻ പറയും. നെക്സ്റ്റ് സിമിലാരിറ്റി ആൻഡ് ഡിസിമിലാരിറ്റി ടെസ്റ്റ് ചെയ്യുവാനായി നമുക്ക് ഒരേ യൂസിന് ഉപയോഗിക്കുന്ന 2 വ്യത്യസ്തമായ മെറ്റീരിയൽ കൊടുക്കാം, അല്ലെങ്കിൽ 2 കളേഴ്സ് കൊടുക്കാം, 2 ഓർഗൻസ് കൊടുക്കാം. ഇതിൻ്റെയൊക്കെ സിമിലാരിറ്റിയും ഡിസിമിലാരിറ്റിയും എന്താണെന്ന് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. അടുത്തതായി നമുക്ക് നോക്കേണ്ടത് ക്ലയൻറ്റിൻ്റെ ജഡ്ജ്മെൻറ്റ് കപ്പാസിറ്റിയാണ്. പേഴ്സണൽ ജഡ്ജ്മെൻറ്റും ഉണ്ട്, സോഷ്യൽ ജഡ്ജ്മെൻറ്റും ഉണ്ട്. നമുക്ക് ഓരോന്നായി നോക്കാം. ഫസ്റ്റ് വൺ ഈസ് പേഴ്സണൽ ജഡ്ജ്മെൻറ്റ്. അതിനായി നമുക്ക് ക്ലയൻറ്റിൻ്റെ ഫ്യൂച്ചർ പ്ലാൻ എന്താണെന്ന് നമുക്ക് ചോദിക്കാം. അല്ലെങ്കിൽ കുറച്ച് മണി കിട്ടും, അത് നിങ്ങൾ എന്ത് കാര്യത്തിന് യൂസ് ചെയ്യും, അതൊക്കെ ഒരു പേഴ്സൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ്. അങ്ങനെ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കിയെടുക്കുന്നത് പേഴ്സണൽ ജഡ്ജ്മെൻറ്റും. സോഷ്യൽ ജഡ്ജ്മെൻറ്റ് മീൻസ് ഒരു സോഷ്യൽ പ്രോബ്ലം വന്നാൽ ക്ലയൻറ്റ് എങ്ങനെ അത് മാനേജ് ചെയ്യും എന്നുള്ളതാണ് സോഷ്യൽ ജഡ്ജ്മെൻറ്റിനകത്ത് നമ്മൾ അസസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു ഡിസാസ്റ്റർ വന്നു, അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റ് കണ്ടു, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും എന്ന് അവരോട് ചോദിച്ച് അവരുടെ മൈൻഡിൽ എന്താണെന്ന് മനസ്സിലാക്കുന്നത് സോഷ്യൽ ജഡ്ജ്മെൻ്റ് ആണ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ഇൻസൈറ്റ്, ദാറ്റ് ഈസ് ലാസ്റ്റ് കമ്പോണൻറ്റ് ഓഫ് MSc. ഇൻസൈറ്റ് ടെസ്റ്റ് ദ പേഷ്യൻസ് ലെവൽ ഓഫ് അവയർനെസ് ഓഫ് ഹിസ് ഇൽനെസ്. മീൻസ് ക്ലയൻറ്റിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് എന്തെങ്കിലും ഉൾക്കാഴ്ച ഉണ്ടോ എന്നാണ് ഇൻസൈറ്റിനകത്ത് നമ്മൾ അസസ് ചെയ്യുന്നത്. അതിനായി നമുക്ക് ക്ലയൻറ്റിൻ്റെ ഇപ്പോഴത്തെ പ്രശ്നം എന്താണ്, നിങ്ങൾ എന്തുകൊണ്ടാണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുന്നത് എന്ന് ക്വസ്റ്റ്യൻ ചെയ്യാം. അവർ കറക്റ്റായിട്ട് ആൻസർ ചെയ്യുവാണെങ്കിൽ അവർക്ക് ഇൻസൈറ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും മെൻ്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഹാവ് എ നൈസ് ഡേ. വൺസ് അഗെയിൻ താങ്ക് യു ആൾ.